എന്താ സംഭവം പറ. സാറേ, എന്റെ ചെക്കന് ഇവളും തമ്മിൽ ഇഷ്ടത്തില്ല. ഇന്നലെ അവളുടെ മനസ്ജോലിയായിരുന്നു. ഇവള് വിളിച്ചിട്ട് തന്നെയാണ് അവനവിടെ പോയത്. എന്നിട്ട് ഇവളുടെ അപ്പനും അമ്മാമാരും കൂടി വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയെന്ന് പറഞ്ഞിട്ട് എന്റെ ചെക്കനെ ഇഞ്ച ചതിക്കണ പോലെ സാറേ ചാച്ചത്. നോക്ക് സാറേ അവനെ. അതിരിക്കട്ടെ, നമ്മളാരാണ്? ഞാനും എന്റെ അമ്മായിയാ. അമ്മായിയാന്ന് മനസ്സിലായി. ഈ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ? ഇല്ല സാറേ, എനിക്ക് അവനെ അറിയ പോലുമില്ല. അതേ കിടക്കണം സാറേ. മനസമ്മതം കഴിഞ്ഞ കല്യാണം നടക്കാൻ പോണ വീടാ. വീട്ടിൽ പൊന്നും പണം ഒരുപാടുണ്ടാവില്ല സാറേ. ആ പണവും പണ്ടവും പൊളിച്ചിക്കാൻ അല്ലെങ്കിൽ ഈ എണ്ണം കിട്ടാൻ പിന്നെ എന്തിനാ സാറേ എന്റെ മോളുടെ കട്ടിനടിക്കായിട്ട് വിളിച്ചിരുന്നത്? ഒളിച്ചിരുന്ന സത്യം പറയടാ, നീ എന്തിനാ അവളുടെ വീട്ടിൽ പോയത്? ഇവള് വിളിച്ചിട്ട് പോയതോ സാറേ? ഇവള് വിളിച്ചിട്ടാ? ഈ പാവാടൊക്കെ ഒന്ന് തീർത്ത് വിടണ്ട നാടേ. എടാ, ഇങ്ങനത്തെ ഒരു കേസിൽ ഞങ്ങളും നാട്ടുകാരും ഒക്കെ അവളുടെ കൂടെ നിൽക്കുള്ളൂ. നീ പറഞ്ഞ നിങ്ങളും ഒരു പരിചയം ഉണ്ടെന്നല്ലേ? അപ്പോൾ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളുണ്ടാവുമല്ലോ. എന്ന് വെച്ചാൽ നിനക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങൾ. അപ്പോൾ ഈ കേസിൽ ഇവനൊരു തെളിവ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മോളുടെ പാവാട പൊക്കി നോക്കേണ്ടി വരും. അത് ശരി. അപ്പം നിങ്ങളുടെ മോക്ക് അവനെ അറിയാം. അപ്പൊ നിങ്ങൾക്ക് കേസൊന്നുമില്ലാന്ന് ഒരു ഇത് എഴുതി കൊടുക്കണമെന്നല്ലേ നല്ലത്? പുറത്തു പോയി കുറച്ച് കാറ്റൊക്കെ ഉണ്ടോന്ന് ആലോചിച്ചിട്ട് വാ. ശരി. എന്തായി സാറേ? അത് അവള് തന്നെ വിളിച്ച് കട്ടിൻ്റെ അടിക്ക് കയറ്റിയെന്നെ.